ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ അതിൽ എങ്ങനെ ഫാസ്റ്റായിട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറാമെന്ന് നമുക്ക് ചെയ്യാം. അതിന് ഒരു കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം, ബന്ധുക്കളെയും കൊണ്ട് കൂട്ടുകാരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന തരങ്ങൾ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ വീഡിയോ ഇട്ട് മാത്രം ബന്ധുക്കളെ കൊണ്ട് ചില ബന്ധുക്കളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയും കൂടെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. രണ്ടും നല്ലതാണ്, രണ്ടിനും പൈസ കിട്ടും. പക്ഷേ എല്ലാ ബന്ധുക്കളെയും കൊണ്ട് ചെയ്താലും 100 അങ്ങനെയൊക്കെ ആകത്തുള്ളൂ, 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആകത്തുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ യൂട്യൂബ് കാണുന്ന പ്രേക്ഷകർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീഡിയോ ചെയ്യണം. പറയുവാണെങ്കിൽ ഇപ്പം ഓരോ സെലിബ്രിറ്റീസിൻ്റെ വീഡിയോ എടുത്തിടാൻ പറ്റും. അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുവാണെങ്കിൽ കുറേ എന്ന് വെച്ചാൽ അതിന് 2 ഗുണങ്ങളാണ്. ഒന്ന് സെലിബ്രിറ്റീസും, അല്ലെങ്കിൽ നമുക്ക് സിനിമയുടെ അല്ലെങ്കിൽ മൂവീസിൻ്റെ ഇൻ്റർവ്യൂസ്, മൂവീസിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിനും കിട്ടും. അത് അല്ലെങ്കിൽ നമുക്ക് ബിഗ് ബോസിൻ്റെ കുറേ വീഡിയോ ഇടുവാണെങ്കിൽ പ്രേക്ഷകർ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ആൾക്കാരുടെ വീഡിയോ ഒക്കെ എടുത്തിടുവാണെങ്കിൽ അവർക്കും കിട്ടും നല്ല വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ലൈക്സൊക്കെ. പിന്നെ നമുക്ക് മെയിൻ കാര്യത്തിലോട്ട് പോകാം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാം, പൈസ എങ്ങനെ ലഭിക്കും. സംതിങ് നമുക്ക് 1K വ്യൂവേഴ്സ് എങ്ങാണ്ട് വേണം. സംതിങ് 500-1000 വ്യൂവേഴ്സ് സംതിങ് വേണം നമുക്ക് ക്യാഷ് കിട്ടണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് അത് ഭയങ്കര പാടാണെന്ന് പറയാൻ ആദ്യം നമുക്ക് പാടാന്ന് തോന്നും, പിന്നെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പം അത്രയും സബ്സ്ക്രൈബേഴ്സ് വേണം സംതിങ് നമുക്ക് യൂട്യൂബിൽ പൈസ കിട്ടണമെങ്കിൽ. അതിനു വേണ്ടി നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീഡിയോസ് ഇട്ടാൽ നമുക്ക് വ്യൂവേഴ്സ് കിട്ടത്തുള്ളൂ. നമുക്ക് മനസ്സിലായി കാണും. അല്ലെങ്കിൽ ഒരാളുടെ വീഡിയോ എടുത്ത് നിങ്ങൾ ഇടുവാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് യൂട്യൂബിനും ഇങ്ങനെ കൊളാബ്, ഗ്രീൻ സ്ക്രീൻ അങ്ങനെയൊക്കെ എടുത്ത് രീതിയിലൊക്കെ യൂട്യൂബ് തന്നെ അവരെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഇടാമെന്നുള്ള രീതിയിൽ തന്നെ. അപ്പം മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ടാണെങ്കിൽ തെറ്റൊന്നുമില്ല, ശരി തന്നെയാണ്. അപ്പം നമുക്ക് എങ്ങനത്തെ വീഡിയോ ഇട്ടാൽ കിട്ടും, യൂട്യൂബ് എങ്ങനെ നമുക്ക് പൈസ തരും, നമുക്ക് ഒരു വീഡിയോ എത്ര കിട്ടുമ്പോഴാണ് പൈസ കിട്ടുന്നതെന്ന് ഒക്കെ നമ്മൾ പറയാം. അപ്പം നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ യൂട്യൂബ് പൈസ കിട്ടണമെങ്കിൽ നമുക്ക് ഇപ്പം ഒരു വീഡിയോ, ഒരു ഷോർട്സ്, ഇപ്പോൾ ഷോർട്സിന് തന്നെ തീരുമാനിക്കാം. ഞാനിപ്പോൾ ഒരു ഷോർട്സ് ഇട്ടു, ആ ഷോർട്സിന് 1K അടിച്ചു. അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും? സംതിങ് നമുക്ക് വാല്യൂ ഉള്ളത് വീഡിയോസിനാണ്. ഷോർട്സിനേക്കാളും വാല്യൂ ഉള്ളത് നമുക്ക് വീഡിയോസിനാണ്. എന്നുവെച്ചാൽ ഷോർട്സിനേക്കാളും പൈസ കിട്ടുന്നത് നമുക്ക് വീഡിയോസിനാണ്. ഷോർട്സ് ഇടാൻ പറ്റും, പക്ഷേ ഷോർട്സിന് കുറച്ച് കിട്ടത്തുള്ളൂ, കൂടുതൽ കിട്ടുന്നത് വീഡിയോസിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഷോർട്സ് ഇട്ടു, അതിന് 1K അടിച്ചു. 1K അടിക്കുമ്പം എനിക്ക് സംതിങ് 1.5 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ നമുക്കൊരു വീഡിയോ ഇടുമ്പോൾ അങ്ങനെയല്ല. ഒരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് 60 രൂപ കിട്ടും. ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് 1K അടിക്കുവാണെങ്കിൽ നമുക്ക് 60 രൂപ കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടു, വീഡിയോയ്ക്ക് 1 മില്യൺ അടിച്ചു, സംതിങ് നമുക്ക് 63,000 രൂപ നമുക്ക് കിട്ടും. സംതിങ് ആ ഒരു റേറ്റിൽ നമുക്ക് കിട്ടും പൈസ. ആ ഒരു വീഡിയോയ്ക്ക് മാത്രം ആ ഒരു പൈസ കിട്ടും. ഇത് നമുക്ക് ഒരു ഷോർട്സ് ഇട്ടെന്ന് ഓർത്തു, ഷോർട്സിന് 1 മില്യൺ അടിച്ചു. പക്ഷേ നമുക്ക് ആ ഷോർട്സിന് 1 മില്യൺ അടിച്ച് നമുക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും? സംതിങ് ഒരു 630 രൂപ. അത്രേ നമുക്ക് കിട്ടത്തുള്ളൂ. 630 രൂപ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാണത്തില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷോർട്സ് ചിലവർ വിചാരം ഷോർട്സ് അല്ലേ, അപ്പോൾ നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ആൾക്കാർ കാണുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഷോർട്സിന് ശരിക്കും പൈസ കിട്ടത്തില്ല. ഷോർട്സിന് കുറഞ്ഞ പൈസ കിട്ടത്തുള്ളൂ. നമുക്ക് ഷോർട്സ് ഇടണം, പക്ഷേ ഷോർട്സിൻ്റെ കൂടെ വീഡിയോസും ഇടണമെന്നത് നല്ലതാണ്. എന്തു വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത്, യൂട്യൂബിന് വീഡിയോസ് നമ്മളിടുമ്പോഴാണ് യൂട്യൂബിന് വരുമാനം കിട്ടുന്നത്. നമ്മളിട്ട വീഡിയോക്ക് ആൾക്കാർ കാണുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഒരു കാര്യം പറയാം, നമുക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് സംതിങ്
1,00,000 രൂപ നമുക്ക് കിട്ടിയെന്ന് ഓർത്തോ. 1,00,000 രൂപ കിട്ടിയെന്ന് ഓർക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2,00,000 രൂപ കിട്ടേണ്ടതാണ്. നമുക്ക് 2,00,000 രൂപേൻ്റെ അകത്ത് അവർ അവിടുന്ന് ഒരു 95,000 പൈസ എടുക്കും, റുപ്പീസ് എടുക്കും. അപ്പോൾ നമുക്ക് ബാക്കി 1,00,000 രൂപ കിട്ടും. പക്ഷേ നമുക്ക് വരുമാനം കിട്ടുന്നത് നമ്മുടെ വീഡിയോ ആൾക്കാർ കാണുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. യൂട്യൂബിന് വരുമാനം കിട്ടുന്നത് നമ്മുടെ വീഡിയോസ് ഇടുമ്പോഴാണ് യൂട്യൂബിന് വരുമാനം കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അപ്പോൾ നിങ്ങൾ ഓരോ നല്ല വീഡിയോസ് നോക്കി ഇടുക. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു വീഡിയോ, ഞാൻ നേരത്തെ ഇട്ടൊരു വീഡിയോ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു വീഡിയോ ആണ്. വീഡിയോയുടെ വ്യൂവേഴ്സ് നോക്കുകയാണെങ്കിൽ 63K വ്യൂവേഴ്സും 468 ലൈക്സും 12 കമൻസുമാണ് ഈ ഒരു വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത്. 10 ഷെയർസും കിട്ടും. എന്നുവെച്ചാൽ കമൻറ്റിനും ഉണ്ട്, ഷെയർസിനും ലൈക്സിനും പൈസ കിട്ടും. സബ്സ്ക്രൈബേഴ്സ് കാണാം, നിങ്ങൾക്ക് 50 സബ്സ്ക്രൈബേഴ്സായിരിക്കും എനിക്ക് കിട്ടിയേക്കണത്. അപ്പോൾ നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീഡിയോസ് ഇടുമ്പം അവർ ലൈക്കും ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ്, അതായത് സിനിമ, മൂവീസ് വീഡിയോസും, സിനിമ, ബിഗ് ബോസ് സംതിങ് വിന്നേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുവാണെങ്കിൽ തന്നെ നമുക്ക് പൈസ കിട്ടും. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിടുക, എന്തെങ്കിലും AI വെച്ചിട്ട് എഡിറ്റ് ചെയ്തിടുമ്പോൾ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.